അധർമ്മകാരികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന രേഖ. സിജ്ജീൻ. തീർച്ചയായും നാം നിന്റെ മേൽ ഒരു കനപ്പെട്ട വാക്ക് ഇട്ടുതരുന്നതാണ്. കനപ്പെട്ട വാക്ക് എന്നതിൻ്റെ വിവക്ഷ വിധിവിലക്കുകൾ. തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുന്നു, നാം അതിനെ അടുത്തതായി കാണുന്നു. സൂറ മആരിജിൽ എന്തിനെ പറ്റിയാണ് ഈ പ്രതിപാദ്യം? അന്ത്യദിനം. സിനാമുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറത്തുൽ ബഖറ. സൂറത്ത് ത്വാഹയിലെ വചനം 81 അള്ളാഹുവിൻ്റെ കോപത്താൽ നാശത്തിൽ പതിക്കുന്നവർ ആര്? ഭക്ഷണത്തിൽ അതിര് കടന്നവർ. ഒരു സൂറത്തിലെ എല്ലാ ആയത്തുകളും ഒരേ അക്ഷരത്തിൽ അവസാനിക്കുന്നു. സൂറത്ത് ഏത്? സൂറത്തുൽ ഇഖ്ലാസ്. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ നക്ഷത്രം. ഷിയാർ. വിശുദ്ധ ഖുർആനിൽ ഒരു പഴത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സൂറത്ത്. സൂറത്തുത്തീൻ. സൂറ മുദ്ദസിറിലെ 11 മുതൽ 30 വരെയുള്ള വചനങ്ങൾ അവതരിച്ചത് ഒരു ഖുറൈശി പ്രമുഖൻ്റെ വിഷയത്തിലാണ്. ആരാണയാൾ? വലീദ് ബിൻ മുഗീറ. സൂറ മുജാദിലയിലെ ആദ്യ 4 വചനങ്ങൾ പ്രവാചകനുമായി തർക്കിച്ച ഒരു സ്ത്രീയുടെ വിഷയത്തിൽ അവതീർണമായതാണ്. ആരാണവർ? ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ. വിശുദ്ധ ഖുർആനിൽ ഒരു ഗോത്രത്തിൻ്റെ പേരിൽ ഒരു സൂറത്ത് ഉണ്ട്. ഈ ഗോത്രത്തിൽ ഉള്ള പ്രവാചകൻ്റെ പേര് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബിയുടെ കപ്പൽ ഏത് പർവ്വതത്തിലാണ് വന്നണഞ്ഞത്? ജൂദി പർവ്വതത്തിൽ. ഒരു ജീവിക്ക് നാം വഹി നൽകിയിട്ടുണ്ടെന്ന് ഖുർആനിൽ പരാമർശമുണ്ട്. ഏതാണ് ആ ജീവി? തേനീച്ച. തൂണുകളുടെ ഉടമകൾ എന്ന് ഏത് ഗോത്രത്തെയാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്? ആദ് ഗോത്രത്തെ. അൽ ഫറാഇദ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറ അൻ-നിസാ. സൂറത്ത് മുർസലാത്തിൽ വൈലു യൗമ ഇതിൽ മുക്കദ്ദിബീൻ എന്നുള്ളത് എത്ര തവണ ആവർത്തിക്കുന്നുണ്ട്? 10 തവണ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സൂറത്തല്ലാതെ മറ്റൊന്നും അവതരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് ഇത് മതിയാകുമായിരുന്നു. കാരണം ഖുർആനിലെ എല്ലാ വിജ്ഞാനങ്ങളും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഏതാണ് ഈ സൂറത്ത്? സൂറത്തുൽ അസ്ർ. സൂറത്ത് സുലൈമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറത്തുൻ നംല്. സൂറത്ത് തൗബയിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെയല്ലാതെ ഭയപ്പെടാതിരിക്കുകയും ചെയ്തവർക്കു മാത്രം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമായി പറഞ്ഞത് ഏത് കാര്യമാണ്? പള്ളി പരിപാലനം. റമദാൻ നോമ്പും വിധികളും വിവരിക്കുന്ന ആയത്തുകൾ ഏതെല്ലാം? സൂറ അൽ ബഖറ 183-187. സൂറത്തുൽ ജമാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആനിലെ അദ്ധ്യായം ഏത്? സൂറത്തുൽ ഇഖ്ലാസ്. ഒരു സൂറത്തിലെ ഒരു ആയത്തിൽ 2 പള്ളികളുടെ പേര് പറയുന്നുണ്ട്. ഏതാണ് ആ സൂറത്ത്? സൂറ ഇസ്രാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസവും പെരുന്നാൾ ദിവസവും പ്രസംഗത്തിൽ പാരായണം ചെയ്യാറുണ്ടെന്ന്
ഹദീസിൽ വന്ന സൂറത്തുകൾ ഏതെല്ലാം? സൂറത്തുൽ ഖാഫ്, സൂറത്തുൽ ഖമർ. വാഹനത്തിൽ കയറുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഏത് സൂറത്തിലെ ഏത് ആയത്ത് ആണ്? സൂറ അസ്-സുഖ്റുഫ് ആയത്ത് 13. ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ ആണ്. എന്നാൽ ഖുർആനിൽ 3 ആയത്തുകൾ മാത്രമുള്ള വേറെ എത്ര സൂറത്തുകൾ ഉണ്ട്? 2. ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിച്ച ആയത്ത് ഏത്? സൂറ അൽ ബഖറ ആയത്ത് 281. അപ്പോൾ നിങ്ങളുടെ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഇതിലെ ഇരുവിഭാഗം ആരാണ്? മനുഷ്യർ, ജിന്നുകൾ. തറാവീഹ് എന്ന പദത്തിൻ്റെ അർത്ഥം വിശ്രമം. ആദ്യ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഹൂദ് അലൈഹിസ്സലാം. എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു നൽകണമേ എന്ന പ്രാർത്ഥന ഏത് ആയത്തിൽ? എനിക്ക് അദൃശ്യകാര്യം അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു, തിന്മ എന്നെ ബാധിക്കില്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്ന ആയത്ത് ഏത്? സൂറ അൽ അറാഫ് ആയത്ത് 188. ഖുർആനിൽ സൂറത്തുകൾക്ക് പേര് നൽകിയതാര്? അല്ലാഹു. ഹിജ്റ കലണ്ടർ നിലവിൽ വന്നത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ. അല്ലാഹുവിൻ്റെ ഒട്ടകം ഇറക്കപ്പെട്ട സമൂഹം ഏത്? സമൂദ്. ഫിത്ർ സകാത്ത് നൽകേണ്ട സമയം? റമദാനിലെ അവസാനത്തെ സൂര്യാസ്തമയം മുതൽ പെരുന്നാൾ നമസ്കാരം വരെ. നോമ്പിനെ പ്രവാചകൻ ഉപമിച്ചത് എന്തിനോട്? പരിച. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര റമദാൻ കാലം നോമ്പനുഷ്ഠിച്ചു? 9.